ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഫിസിക്സ് പഠന പരമ്പരയുടെ നാലാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു നിയമമാണ്, കൂളംസ് ലോ. ഫിസിക്സിൽ ഒരു നിയമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്നത് എന്തിനെക്കുറിച്ചാണ് ഈ നിയമം സംസാരിക്കുന്നത് എന്നതാണ്. നോക്കൂ, ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചാർജുള്ള ഒരു വസ്തു ഇരിപ്പുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു 10 കൂളംബ് ചാർജുള്ള ഒരു വസ്തു, 10 കൂളംബ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വസ്തു ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്പിയർ ആയിക്കോട്ടെ, 10 കൂളംബ് ചാർജ് ചെയ്യപ്പെട്ട ഒരു സ്പിയർ. അതിൻ്റെ അടുത്ത് ഒരു +12 കൂളംബ് ചാർജ് ചെയ്യപ്പെട്ട മറ്റൊരു സ്പിയർ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഈ സ്പിയറും ചാർജ്ഡ് സ്പിയറും ഈ ചാർജ്ഡ് സ്പിയറും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ചാർജ്, ഈ സ്പിയറിനെ ഒരു ബലം ചെലുത്തും. ഈ സ്പിയറിൽ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബലം ചെലുത്തും. അത് ആ ബലം ഇങ്ങോട്ടായിരിക്കും, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെ അങ്ങോട്ട്. അതേസമയം ഈ പറയുന്ന ചാർജ്ഡ് സ്പിയർ ഈ സ്പിയറിനെയും റിപ്പൽ ചെയ്യും. റിപ്പൽ എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ ബലം ഇങ്ങോട്ടും കൊടുക്കും. ഇതാണ് ഇവർ തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് ഇവർ രണ്ടുപേരും ലൈക്ക് ചാർജസ് ആണ്, രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ചാർജുകളാണെങ്കിലും ഇവർ തമ്മിലും റിപ്പൽ ചെയ്യുന്നു, ഇതുപോലൊരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. എന്നാൽ ഇതിൽ ഒരെണ്ണം പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയറും ഒരെണ്ണം നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പിയറും ആണെങ്കിൽ ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണുള്ളത്. ഡിസിമിലർ ചാർജുകൾ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ ചാർജ്ഡ് സ്പിയറിനകത്ത് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ചെലുത്തും. ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെ ഇങ്ങോട്ടൊരു ബലം ഉപയോഗിച്ച് ഇത് വലിക്കും. അതേസമയം ഈ ചാർജ് അത്രയും തന്നെ ബലം ഉപയോഗിച്ച് ഇതിനെ അങ്ങോട്ടും വലിക്കും. ഇതാണ് രണ്ടുപേര് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ എപ്പോഴും രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഉണ്ടാവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ചാർജ്. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. എന്നാൽ കൂളംസ് ലോ ഇങ്ങനെ രണ്ട് ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചോ റിപ്പൽഷനെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. പിന്നെ കൂളംസ് ലോ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കൂളംസ് ലോ രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചോ റിപ്പൽസിനെ കുറിച്ചോ ആണ് പറയുന്നത്. രണ്ട് പോയിന്റ് ചാർജുകൾ. അപ്പോൾ എന്താ പോയിന്റ് ചാർജ് എന്നറിയണം. പോയിന്റ് ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് ഒരു സ്പിയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചാർജ്ഡ് സ്പിയർ ആണ്. ആ സ്പിയറിനകത്ത് 10 കൂളംബ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചാർജ് സ്പിയറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയായിരിക്കും. ചാർജ്ഡ് ബോഡിയാണിത്. ഇതുപോലെ -12 കൂളംബ് ചാർജുള്ള ഒരു സ്പിയറാണിത്, ചാർജ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ നിങ്ങളൊരു കൺസെപ്റ്റ് വിചാരിക്കൂ. ഈ പറയുന്ന ഈ രണ്ട് ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഈ ദൂരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ബോഡിയുടെ സൈസ് നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ പ്രോബ്ലത്തിൽ ഈ സൈസ് നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ ഈ 10 കൂളംബ് ചാർജും ഒരു പോയിന്റിൽ ഇരിക്കുന്നതായിട്ട് വേണമെങ്കിൽ കരുതാം. എങ്ങനെ കരുതാൻ പറ്റും? ഇവർ തമ്മിലുള്ള അകലം വളരെ വലുതാണെങ്കിൽ, സൈസുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വലുതും ഇയാളുടെ സൈസ് വളരെ ചെറുതുമാണെങ്കിൽ ഇതിനെ പോയിന്റ് ചാർജായിട്ട് കരുതാം. അതായത് 10 കൂളംബ് ചാർജ് ഒരു പോയിന്റിൽ ഇരിക്കുന്നതായി കരുതാം. പ്രാക്ടിക്കലി അങ്ങനെയുള്ള കേസുകളില്ല. എപ്പോഴും ചാർജ്ഡ് ബോഡീസേ ഉള്ളൂ. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അതായത് ഒരു പോയിന്റ് ചാർജ്, ഫോർ എക്സാമ്പിൾ Q1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് Q1. ആ Q1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കൂളംബെന്നോ 10 കൂളംബെന്നോ പറയാവുന്ന Q1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിക്കുന്നു. Q2 എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിക്കുന്നു. അവർ തമ്മിലൊരു ചെറിയ അകലത്തിലിരിക്കുകയാണ്. ഈ പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ച്, അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ, അതായത് അവർ ഡിസിമിലർ ചാർജസ് ആണെങ്കിൽ അട്രാക്ഷനോ സിമിലർ ചാർജ് ആണെങ്കിൽ ഒരു റിപ്പൽഷനോ ഉണ്ടാകുമെന്നാണ് കൂളോംബ് തൻ്റെ ലോയിലൂടെ പറയുന്നത്. ദാറ്റ് ഈസ് ദർ വിൽ ഓൾവേസ് ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ്. അതും കെയർ ചെയ്തോണം.
കൂളംസ് ലോ സംസാരിക്കുന്നത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോയോ കുറിച്ചാണ് കൂളംസ് ലോ പറയുന്നത്. There will always be a force of attraction or repulsion between two stationary point charges. ആ ഫോഴ്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, എത്രത്തോളം കാണുമെന്നതാണ് കൂളംസ് ലോ പറയുന്നത്. അപ്പോൾ കൂളംസ് ലോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് കൂളംസ് ലോ, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂളംസ് ലോ പറയുന്നത് രണ്ട് സ്റ്റേഷനറി പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചോ റിപ്പൽഷനെ കുറിച്ചോ ആണ്. ഇതാ നോക്കൂ, രണ്ട് സ്റ്റേഷനറി പോയിന്റ് ചാർജസ് Q1 ഇവിടെ ഇരിക്കുന്നു, Q2 ഇവിടെ ഇരിക്കുന്നു. ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട്. ഇപ്പം രണ്ട് പോസിറ്റീവ് ആണെന്ന് കരുതുന്നത് കൊണ്ട് ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട്. ഈ ഫോഴ്സ് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് ചിന്തിക്കുമ്പോൾ ആദ്യം ഞാൻ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കൂളംബ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം എത്രയോ ഒരു ഫോഴ്സ് കിട്ടി, ഇവർ തമ്മിൽ എത്രയോ ഒരു ഫോഴ്സ് ഉണ്ട്. എന്നിട്ട് Q2 അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് Q1ൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കൂളംബായിരിക്കും Q1 എങ്കിൽ 2 3 കൂളംബ 4 കൂളംബ അങ്ങനെ കൂട്ടി. Q1ൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഫോഴ്സ് കൂടുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു Q1 ആണെന്ന് പിടികിട്ടിയല്ലോ. ഇനി Q1 അങ്ങനെ വെച്ചുകൊണ്ട് Q2 കൂട്ടി. Q2 കൂട്ടിയാലും ഇവർ തമ്മിലുള്ള ഫോഴ്സ് കൂടുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു Q1 ആണ്, Q2 ആണ്. വേണമെങ്കിൽ എഴുതാം F പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2. രണ്ടിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഈ രണ്ട് ചാർജും ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള അകലം കൂട്ടി. ഇവർ തമ്മിലുള്ള അകലം കൂട്ടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ഫോഴ്സ് കുറയുകയാണ്. കുറയുന്നത് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഈ കണക്കിനാണ് കുറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 6 തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കുമ്പോൾ ദാറ്റ് ഈസ് 6 2R ആക്കുമ്പോൾ F 4/1 കുറയുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് F പ്രൊപ്പോർഷണൽ ടു 1/R² ആണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എഴുതിയാൽ F പ്രൊപ്പോർഷണൽ Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് ഒരുമിച്ച് എഴുതാം. ഈ ഇക്വേഷനെ സ്റ്റേറ്റ് ചെയ്താൽ കൂളംസ് ലോ ആയി. ഇപ്പോൾ കൂളംസ് ലോ എന്താണെന്ന് നമുക്കൊന്ന് സ്റ്റേറ്റ് ചെയ്യാം. എന്താണ് ഈ F എന്ന് പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ്. രണ്ട് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന പോയിന്റ് ചാർജുകൾ തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ കാണും. ആ ഫോഴ്സാണിത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് എഴുതിയിരിക്കുന്നത്? Q1 ഇൻറ്റു Q2 പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് എഴുതിയിരിക്കുന്നത്? ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഇതാണ് കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. എന്താ ഒന്നുകൂടെ പറയാം? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഈ ഡിനോമിനേറ്ററിൽ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അടങ്ങുന്നതുകൊണ്ട് ഇതിനെ സാധാരണഗതിയിൽ കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇനി ഫിസിക്സിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യും? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കാൻ പോവാണ്. 1 ഡിവൈഡഡ് ബൈ 4 പരിചയമുള്ളതാണ്, പൈ വരെ പരിചയമുള്ളതാണ്. 1 ഡിവൈഡഡ് ബൈ 4π. ഇനി ഞാൻ ഒരു എപ്സിലോൺ എന്ന് പറയുന്ന ഇതൊരു ഗ്രീക്ക് ലെറ്ററാണ്. എപ്സിലോൺ വിളിക്കുന്നത് EPSILON എപ്സിലോൺ. 1/4π എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് നമ്മൾ ഉപയോഗിച്ച പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിൽ 4ഉം പൈയും എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് എപ്സിലോൺ എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ലെറ്ററാണ്. എന്തിനെ ആണ് എപ്സിലോൺ പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ചാർജ് നമ്മൾ പറഞ്ഞല്ലോ, Q1ഉം Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ്. ഈ രണ്ട് ചാർജ് നമുക്ക് വേണമെങ്കിൽ വായുവിൽ വെക്കാം, ശൂന്യതയിൽ വെക്കാം ഈ രണ്ട് ചാർജ്, അല്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ത്തി വെക്കാം, അല്ലെങ്കിൽ പെട്രോളിൽ താഴ്ത്തി വെക്കാം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ഏത് മീഡിയം വേണമെങ്കിലും ആകാം. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ചാർജുകൾക്കിടയിൽ ഉള്ള മീഡിയത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര്, ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. വേണമെങ്കിൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കാം. തൽക്കാലം പെർമിറ്റിവിറ്റി എന്ന് എളുപ്പത്തിൽ വിളിക്കാം.
പെർമിറ്റിവിറ്റി ഓരോ മീഡിയത്തിനും ഓരോന്നാണ്. വായുവിനുള്ള പെർമിറ്റിവിറ്റിയുടെ വിലയല്ല വെള്ളത്തിനുള്ള പെർമിറ്റിവിറ്റിയുടെ വില. അതല്ല പെട്രോളിന്, അതല്ല ഡീസലിന്. നമുക്കറിയാം, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി അല്ല പെട്രോളിൻ്റെ ഡെൻസിറ്റി, അതല്ല തടിയുടെ ഡെൻസിറ്റി. ഓരോ മീഡിയത്തിനും ഓരോ ഡെൻസിറ്റി ഉള്ളതുപോലെ ഓരോ മീഡിയത്തിനും ഓരോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഓരോ റെസിസ്റ്റിവിറ്റി ഉള്ളതുപോലെ ഓരോ മീഡിയത്തിനും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച യങ്സ് മോഡുലസ്, പല മീഡിയത്തിനും പല യങ്സ് മോഡുലസ് ആകുന്നത് പോലെ ഓരോ മീഡിയത്തിൻ്റെയും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ പെർമിറ്റിവിറ്റി. അപ്പം ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂളംസ് ലോ തരുമ്പോൾ ഈ എപ്സിലോൺ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ചാർജുകൾ ഇരിക്കുന്ന മീഡിയത്തിൻ്റെ, ചാർജുകളുടെ ഇടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടുന്നത്. പല മീഡിയത്തിനും പല പെർമിറ്റിവിറ്റിയാണ്. ഇനി നമ്മൾ ചാർജുകൾക്കിടയിൽ എയർ ആണെന്ന് ധരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വാക്വം ആണെന്ന് ധരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ സ്പേസ് എന്നൊക്കെ പറയാം, ഫ്രീ സ്പേസ് ആണെന്ന് പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരേ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എഴുതുന്നത്. എയറിൻ്റെ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ്, അതിൻ്റെ പെർമിറ്റിവിറ്റി അല്ല. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റിയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പ്രോബ്ലങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചാർജുകൾക്കിടയിൽ എയർ ആണെന്നോ ഫ്രീ സ്പേസ് ആണെന്നോ വാക്വം ആണെന്നോ ഒക്കെയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം എപ്പോഴും പ്രോബ്ലത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് എയർ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്കതിനെ ഒരു പ്രത്യേക നൊട്ടേഷൻ കൊണ്ട് വിളിക്കാം. എപ്സിലോൺ 0 എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. എപ്സിലോൺ 0 എന്ന് നൊട്ടേറ്റ് ചെയ്താലും അത് എപ്സിലോൺ ആണ്, ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി ആണ്. ആരുടെ പെർമിറ്റിവിറ്റി? എയറിൻ്റെ അഥവാ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റീനെ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ നൊട്ടേഷൻ കൊടുക്കുന്നു, എപ്സിലോൺ 0. അതിൻ്റെ വാല്യൂവും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വാല്യൂ എന്ന് പറയുന്നത് 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി എഴുതിയാലും അതിനൊരു യൂണിറ്റ് വേണമല്ലോ. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്ന എയറിൻ്റെ എപ്സിലോൺ ആയ നൊട്ടേറ്റ് ചെയ്യുന്ന എപ്സിലോൺ 0യ്ക്ക് ഒരു യൂണിറ്റ് വേണമെങ്കിൽ ഈ യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ കഴിഞ്ഞ വർഷം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതാൻ പഠിച്ചല്ലോ. ആ ഒരു യൂണിറ്റ് എഴുതണമെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ മതി. നോക്കൂ, ഈ ഇക്വേഷനകത്ത് എപ്സിലോൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിനോമിനേറ്റർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം, എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1/4π എഫ് താഴോട്ട് വരട്ടെ, എഫ് ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ എപ്സിലോണിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ Q1 ചാർജ്, Q2 അടുത്ത ചാർജ്, ഇതിൻ്റെ ചാർജ് യൂണിറ്റ് കൂളമ്പ്, ഇതിൻ്റെ യൂണിറ്റും കൂളമ്പ് ആകുമ്പോൾ കൂളം സ്ക്വയർ ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ 4πക്ക് യൂണിറ്റ് ഇല്ല, എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഇത് 6 ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് എപ്സിലോൺ 0യുടെ യൂണിറ്റ്, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ 0 എയറിൻ്റെ പെർമിറ്റിവിറ്റി 8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ഏറ്റവും കുറഞ്ഞ പെർമിറ്റിവിറ്റി ഉള്ളത് എയറിനാണ്. ബാക്കി എല്ലാ മീഡിയത്തിനും പെർമിറ്റിവിറ്റി എയറിൻ്റെ പെർമിറ്റിവിറ്റിയേക്കാൾ കൂടുതലാണ്. അങ്ങനെ കൂടി ഏറ്റവും കൂടിയ പെർമിറ്റിവിറ്റി ഉള്ളത് മെറ്റലുകൾക്കാണ്. ഈ പെർമിറ്റിവിറ്റിയുടെ വില ഏറ്റവും കൂടുതലുള്ളത് മെറ്റലുകൾക്കാണ്. മെറ്റലുകൾക്ക് അത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇൻഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റിയാണ് മെറ്റലുകളുടെ പെർമിറ്റിവിറ്റി. അപ്പോൾ പെർമിറ്റിവിറ്റിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെർമിറ്റിവിറ്റി ഉള്ളത് എയറിനാണ്. അതൊരു സ്പെഷ്യൽ നൊട്ടേഷൻ കൊടുത്ത് പറയാറുണ്ട്, എപ്സിലോൺ 0 എന്ന്. അതിൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. ബാക്കി എല്ലാ മീഡിയങ്ങളുടെയും പെർമിറ്റിവിറ്റി ഇതിനെക്കാട്ടി കൂടുതലാണ്. ഏറ്റവും കൂടുതൽ പെർമിറ്റിവിറ്റി ഉള്ളത് മെറ്റലുകൾക്കാണ്. ഇനി അപ്പോൾ എയർ ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എഴുതുന്ന ഇക്വേഷൻ അത് ഫ്രീ സ്പേസോ എയറോ ആണെങ്കിൽ F is equal to 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതും. ഒരു വ്യത്യാസമില്ല എഴുതിയ ഇക്വേഷനകത്ത്. ഈ എപ്സിലോൺ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എയറിൻ്റെ ഒരു പ്രത്യേകത കൊടുത്ത് ഒരു നൊട്ടേഷൻ കൊടുത്ത് എപ്സിലോൺ 0 എന്ന് എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രോബ്ലത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് എപ്സിലോൺ 0യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4 × കൊണ്ട് ഗുണിച്ച് 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് കണ്ടുപിടിച്ച് വെക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് വെക്കുമ്പോൾ F is equal to ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് 9 × 10⁹ എന്ന് കിട്ടും. അത് ഓർത്തോണം. ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്നാണ് ഇക്വേഷൻ. 1/4π എപ്സിലോൺ 0യുടെ വില 9 × 10⁹ ആണ്. ഓക്കെ, അപ്പോൾ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഏറ്റവും കുറവുള്ളത് ആർക്കാ? ഏറ്റവും കുറവുള്ളത് എയർ ഓർ ഫ്രീ സ്പേസ് ഓർ വാക്വമാണ്. ബാക്കി എല്ലാ മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റി എയറിനെക്കാട്ടിൽ കൂടുതലാണല്ലോ.
മെറ്റലുകൾക്ക് പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയാൻ പോവുകയാണ്. ദാറ്റ് ഈസ് നമ്മളൊരു വേറൊരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി പറയുമ്പോൾ, ഇപ്പോൾ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി പരിശോധിക്കുമ്പോൾ അത് എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ 81 മടങ്ങുണ്ട്. വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ 81 മടങ്ങുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി ഓർത്തിരിക്കേണ്ട കാര്യമില്ല. 81 എന്ന് പറയുന്ന സംഖ്യ ഓർത്താൽ മതി. വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി ചോദിക്കുമ്പോൾ 81 ഇൻറ്റു എയറിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി അങ്ങോട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും പെർമിറ്റിവിറ്റി ഡയറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നതിന് പകരം അത് എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നതാണ് എളുപ്പം. അങ്ങനെ എത്ര മടങ്ങുണ്ട്, ഒരാളുടെ പെർമിറ്റിവിറ്റി എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്ന ആ സംഖ്യയെ വിളിക്കുന്ന പേര് ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ്. എപ്സിലോൺ ആർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇപ്പോൾ വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറ് 81 ആണ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? വാട്ടറിന് ഈ എപ്സിലോൺ 0 എയറിൻ്റെ ഈ 8.85 ഇൻറ്റു 10⁻⁻12ൻ്റെ 81 ടൈംസ് പെർമിറ്റിവിറ്റി ഉണ്ട് എന്നാണ്. അങ്ങനെ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി പറയുമല്ലോ. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ് എന്ന് പറയുന്നു വെള്ളത്തിൻ്റെ ഡെൻസിറ്റി. ബാക്കി കോപ്പറിൻ്റെയും ബാക്കി മെറ്റലിൻ്റെയും ഏത് വസ്തുവിൻ്റെയും ഡെൻസിറ്റി വെള്ളത്തിൻ്റെ എത്ര മടങ്ങാണെന്ന് പറയുന്നതാണല്ലോ റിലേറ്റീവ് ഡെൻസിറ്റി. അതുപോലെ ഇവിടെ പറയാൻ പോകുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. അത്രയും മടങ്ങായിരിക്കും എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ അത്രയും മടങ്ങായിരിക്കും ആ വസ്തുവിൻ്റെ പെർമിറ്റിവിറ്റി എന്നേ ഉള്ളൂ അർത്ഥം. അപ്പോൾ വസ്തുക്കളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എത്രയാണെന്ന് ചോദിച്ചാൽ വാട്ടറിൻ്റെ എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങുണ്ട് ആ വസ്തുവിൻ്റെ പെർമിറ്റിവിറ്റി എന്നല്ലേ. അത് കണ്ടെത്താൻ എന്ത് ചെയ്യും? വസ്തുവിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടെത്താൻ വസ്തുവിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന സംഖ്യ, അതാണല്ലോ എത്ര മടങ്ങെന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ. അതിനെ വിളിക്കുന്ന പേരാണ് ആ വസ്തുവിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് permittivity of that medium to permittivity of air or free space. ഇങ്ങനെ കണ്ടുപിടിച്ച് കിട്ടുന്നത് വാട്ടറിന് 81 ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വാട്ടറിൻ്റെ എപ്സിലോൺ എന്ന് പറയുന്നത് 81 ഇൻറ്റു എപ്സിലോൺ 0 ആണെന്ന് അർത്ഥം. ഇപ്പോൾ മൈക്കയുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 5 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എപ്സിലോൺ ആർ 5 ആണെന്ന് പറഞ്ഞാൽ മൈക്കയ്ക്ക് എത്ര പെർമിറ്റിവിറ്റി ഉണ്ടെന്ന്? 5 ഇൻറ്റു എപ്സിലോൺ 0 എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എപ്സിലോൺ 0 മടങ്ങുണ്ടെന്നാണ് അർത്ഥം. സോ വാട്ട് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ്. നമുക്കറിയാം എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഏതൊരു വസ്തുവിൻ്റെയും പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ആ വസ്തുവിൻ്റെ പെർമിറ്റിവിറ്റി, അതായത് എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ എയറിൻ്റെ പെർമിറ്റിവിറ്റിയെ ഡിവൈഡ് ചെയ്യേണ്ടുന്നത് ആരെ കൊണ്ട് തന്നെ? എയറിൻ്റെ കൊണ്ട് തന്നെ. അപ്പോൾ എപ്സിലോൺ 0/ε0 1 കിട്ടും. ഏറ്റവും കുറഞ്ഞ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ളത് എയറിനാണ്. ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ എന്തിനായിരിക്കും? മെറ്റലുകൾക്കായിരിക്കും. മെറ്റലുകളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ മെറ്റലിൻ്റെ പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയാണ്. ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ളത് എയറിനാണ്, അതൊന്നാണ്. ഏറ്റവും കൂടുതലുള്ളത് മെറ്റലുകൾക്കാണ്, അത് ഇൻഫിനിറ്റിയാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? എപ്സിലോണിനെ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണല്ലോ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റുകൾ തമ്മിൽ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ വെട്ടിപ്പോകും. യൂണിറ്റ് ഇല്ലാത്ത, ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ ജനറലി എഴുതുന്നത് F = 1/4π എപ്സിലോൺ ആണ്. എപ്സിലോൺ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. എപ്സിലോണിന് പകരം എഴുതാവുന്ന ഇക്വേഷൻ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ 1/4π എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതെന്താണ്? ഇത് എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് എയറിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0, ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ ആർ. ഓക്കെ. അപ്പോൾ ഇനി രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുമെന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? ഈ ഇക്വേഷൻ നോക്കുമ്പോൾ രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? നോക്കുമ്പോൾ Q1നെ ആശ്രയിച്ചിരിക്കുന്നു, ആദ്യത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. Q2നെ ആശ്രയിച്ചിരിക്കുന്നു, രണ്ടാമത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്.
തമ്മിലുള്ള ദൂരത്തെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു എപ്സിലോൺ ഉണ്ട്. എന്താ എപ്സിലോൺ? അവയ്ക്കിടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. അപ്പം നാല് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഇരിക്കുന്നത്. ഒന്നാമത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയാൽ തമ്മിലുള്ള ഫോഴ്സ് മാറും. രണ്ടാമത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയാൽ തമ്മിലുള്ള ഫോഴ്സ് മാറും. അവർ തമ്മിലുള്ള ദൂരം ചേഞ്ച് ചെയ്താൽ അവർ തമ്മിലുള്ള ഫോഴ്സ് മാറും. അവയ്ക്കിടയിലെ മീഡിയം മാറിയാലും അവർ തമ്മിലുള്ള ഫോഴ്സ് മാറും. അവയ്ക്കിടയിലുള്ള മീഡിയം മാറുന്നതിനനുസരിച്ച് ഡിനോമിനേറ്ററിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ എപ്സിലോണിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും അധികം ഫോഴ്സ് രണ്ട് ചാർജുകൾ തമ്മിൽ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവയിടയിലുള്ള മീഡിയം ഏറ്റവും കുറഞ്ഞ പെർമിറ്റിവിറ്റി ഉള്ള മീഡിയം ആകുമ്പോഴാണ്. ഏറ്റവും കുറഞ്ഞ പെർമിറ്റിവിറ്റി ഉള്ളത് എയറോ ഫ്രീ സ്പേസോ വാക്വവുമാണ്. ഇപ്പോൾ രണ്ട് സ്റ്റേഷനറി ചാർജുകൾ തമ്മിൽ മാക്സിമം ഇൻറ്ററാക്ഷൻ, മാക്സിമം ഫോഴ്സ് ഉള്ളത് എപ്പോഴാണ്? അവരെവിടെ ഇരിക്കുമ്പോഴാണ്? വായുവിൽ അല്ലെങ്കിൽ വാക്വത്തിൽ, ശൂന്യതയിൽ ഇരിക്കുമ്പോഴാണ്. വേറെ ഏത് മീഡിയം അവയുടെ ഇടയിൽ കയറിയാലും അവർ തമ്മിലുള്ള ഫോഴ്സ് കൂടുവോ കുറയുമോ? ദാറ്റ് ഈസ് മീഡിയം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എപ്സിലോണിൻ്റെ വില കൂടുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മെറ്റൽ ആണെന്നിരിക്കട്ടെ, രണ്ട് മീഡിയങ്ങൾ തമ്മിലുള്ള രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം പൂർണ്ണമായും മെറ്റൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുമ്പം ഈ എപ്സിലോണിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മെറ്റലിൻ്റെ എപ്സിലോൺ ഇൻഫിനിറ്റി ആയതുകൊണ്ട് 1/∞ 0 ആയതുകൊണ്ട് അവർ തമ്മിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് രണ്ട് ചാർജുകൾക്കിടയിൽ മുഴുവനും മെറ്റാലിക് മീഡിയം ആണെങ്കിൽ അവർ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. ഏറ്റവും കൂടിയ ഫോഴ്സ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവരിടയിലുള്ള മീഡിയം ശൂന്യതയോ എയറോ ആകുമ്പോഴാണ്. ഇതാണ് കൂളംസ് ലോ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമുക്കതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ രണ്ട് ചാർജുകൾ, ഇപ്പോൾ Q1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിക്കുന്നു, Q2 എന്ന് പറയുന്ന പോയിന്റ് ചാർജ് ഇരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F = എയർ ആണെങ്കിൽ, ഇവർക്കുള്ള മീഡിയം എയർ ആണെങ്കിൽ 9 × 10⁻⁹ അതങ്ങനെ എഴുതിയ 1/4πε0 വാല്യൂ ഇൻറ്റു Q1 Q2 / R² ആയിരിക്കുമല്ലോ. ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച്, ഇത് രണ്ടും ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് Q1 Q2നെ റിപ്പൽ ചെയ്യും, Q2 അത്രയും ഫോഴ്സ് തന്നെ ഉപയോഗിച്ച് Q1നെ റിപ്പൽ ചെയ്യും. ഇവിടെ എയർ ആണ്, ഇവയ്ക്കിടയുള്ള മീഡിയം ആയതുകൊണ്ടാണ് 9 × 10⁻⁹ ഉപയോഗിച്ചത് 1/4πε0 വാല്യൂ. ഇനി വിചാരിക്കൂ, Q1 എന്നുള്ളത് 1 കൂളംബ് ആയിരുന്നു എന്ന് വിചാരിക്കേ, Q2 1 കൂളംബ് ആയിരുന്നു എന്ന് വിചാരിക്കേ. അങ്ങനെ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ദൂരം 1 മീറ്ററും ആയിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്ര കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 9 × 10⁻⁹ Q1 1 താഴെ 1, മൊത്തത്തിൽ 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇത് 1 കൂളംബും ഇതും 1 കൂളംബ് ആണെങ്കിൽ ഇതിനെ ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യും എയറിലായിരിക്കുന്നെങ്കിൽ. ഇതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഇനി തിരിച്ചു ചിന്തിക്കുക, 1 കൂളംബ് എന്ന് പറഞ്ഞ ചാർജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുക. ഈ Q1 1 കൂളംബ് ആയിരുന്നെങ്കിൽ തന്നെ പോലെയുള്ള മറ്റൊരു 1 കൂളംബ് ഇവിടെ ഇരുന്നാൽ അതിനെ വായുവിലാണ് ഇരിക്കുന്നതെങ്കിൽ തമ്മിലുള്ള ദൂരം 1 മീറ്റർ ആണെങ്കിൽ കൃത്യം 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാം 1 കൂളംബ് എന്ന് പറഞ്ഞാൽ ഏത് ചാർജാണ്? ഏത് ചാർജാണോ തന്നെ പോലെ 1 മീറ്റർ ദൂരം അകലെ എയറിലിരിക്കുന്ന തന്നെ പോലൊരു ചാർജിനെ 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യുന്നത്, ആ ചാർജിനെ വിളിക്കുന്ന പേരാണ് 1 കൂളംബ്. ഏതാണ് 1 കൂളംബ്? ഇപ്പോൾ എൻ്റെ ചാർജ് 1 കൂളംബ് ആണെങ്കിൽ ഞാൻ 1 കൂളംബ് ആകണമെങ്കിൽ എന്നെപ്പോലെ ഒരു ചാർജ്, എൻ്റെ അത്രയും ചാർജുള്ള ഒരാൾ 1 മീറ്റർ ദൂരം അകലെ വായുവിലിരുന്നാൽ ഞാൻ അയാളെ 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യും. എന്നാലേ ഞാൻ 1 കൂളംബ് ആവുകയുള്ളൂ. അയാൾ 1 കൂളംബ് ആയിരിക്കും. അപ്പോൾ 1 കൂളംബ് ഈസ് ദാറ്റ് ചാർജ്. ഏത് ചാർജാണ് 1 കൂളംബ് എന്ന് ചോദിച്ചാൽ ഈസ് ദാറ്റ് ചാർജ് വിച്ച് റിപ്പൽസ് എ സിമിലർ ചാർജ്, തന്നെ പോലെ ഒരാളെ പ്ലേസ്ഡ് 1 മീറ്റർ എപ്പാർട്ട്. എവിടെ? ഇൻ എയർ. ചുമ്മാ റിപ്പൽ ചെയ്താൽ മതിയോ? വിത്ത് എ ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ. സോ ഡെഫിനിഷൻ ഓഫ് 1 കൂളംബ് മനസ്സിലാവണം. കൂളംസ് ലോയിൽ നിന്ന് എന്താണ് 1 കൂളംബ്? 1 കൂളംബ് എന്ന് പറഞ്ഞാൽ ഏത് ചാർജാണ് 1 കൂളംബ് എന്ന് വിളിക്കുന്നത്? ഏത് ചാർജിനെ, എത്ര ചാർജിനെ 1 കൂളംബ് എന്ന് വിളിക്കുന്നത്? തന്നെ 1 മീറ്റർ അകലെ വായുവിലിരിക്കുന്ന തന്നെ പോലൊരു ചാർജിനെ കൃത്യം 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്താൽ അയാളെ 1 കൂളംബ് എന്ന് വിളിക്കാം. 1 കൂളംബ് ഈസ് ദാറ്റ് ചാർജ് വിച്ച് റിപ്പൽസ് എ സിമിലർ ചാർജ് വിച്ച് പ്ലേസ്ഡ് 1 മീറ്റർ apart in air with a force of 9 × 10⁻⁹ ന്യൂട്ടൺ. ഓക്കെ, ഇതാണ് കുളംസ് ലോ. കുളംസ് ലോയുടെ സ്കെലാർ ഫോമേ പറഞ്ഞുള്ളൂ, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇനി പറഞ്ഞുള്ളൂ. നമ്മളിനി അടുത്ത എപ്പിസോഡുകളിൽ ഇതിൻ്റെ ഡയറക്ഷനോടെ പറഞ്ഞ് വെക്റ്റർ ഫോം ഓഫ് കുളംസ് ലോ പറയേണ്ടി വരും. ഓക്കെ.